ഇപ്പോഴത്തെ ഇസ്ലാം വിമർശകരെ കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ നമ്മളെ കളമശ്ശേരി ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി, ഒരു ബോംബ് സ്ഫോടനം. ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. പക്ഷെ ആരും ക്രിസ്ത്യാനികൾ മുഴുവൻ മാർട്ടിൻ ഇതായതുകൊണ്ട് ക്രിസ്ത്യാനികൾ ശരിയല്ല എന്ന് ആരും പറയില്ല. അതേസമയം ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഇപ്പം ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ജബ്ബാർ ചെയ്താലും നമ്മളെ ലിയാഖത്ത് ചെയ്താലും ഈ മുസ്ലിമിൻ്റെ ലെവലിൽ തന്നെയാണ് വരും കേട്ടോ. ഒരു എന്തെങ്കിലും ഒരു അക്രമമോ ഇപ്പൊ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതത്തിലും ജാതിയിലും എല്ലാം ഉണ്ടാവും. അത് മനുഷ്യന്മാർക്ക് ക്രിമിനൽസ് ഉണ്ടാവും. അത്തരം മുസ്ലിം വശത്തു നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ ഏതെങ്കിലും ക്രിമിനൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഇപ്പോൾ ഏതോ സോഷ്യൽ മീഡിയയിലോ പത്രങ്ങളിലോ ഒക്കെ വരുന്ന അതിനിടയിൽ നിങ്ങൾ പോയി നോക്കി 6-ാം നൂറ്റാണ്ട് പ്രവാചകൻ, അതായത് ആ മുസ്ലിം പേരുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിന് മൊത്തം മതത്തിനാണ് അതിന്റെ പ്രശ്നം. ആ ഒരു രൂപത്തിൽ ജനങ്ങളെ മെയിൻ സെറ്റ് മാറ്റിയെടുക്കണതിൽ ഇവര് വിജയിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനമാണ്. ഇപ്പം ജബ്ബാർ എന്ന് പറയുന്ന ഒരാള് എന്തെങ്കിലും ഒരു കള്ളക്കടത്ത് നടത്തി, എന്നാലും എന്താ ഒരു കള്ളക്കടത്ത് മുസ്ലിം വയോധികൻ പിടിയിൽ നിന്നാണല്ലോ വരിക. അപ്പോ ശരിക്കും ഇത് അതുമായി ഇസ്ലാമിന്റെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാം അതിനെ ഇപ്പോ കള്ളക്കടത്ത് അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും പിന്നെ മുസ്ലിങ്ങൾ അതിന്റെ പേര് വരുമ്പോൾ ഭയങ്കരമായി ഇത്തരത്തിലുള്ള കമന്റ്. പക്ഷെ അതിന് ഇസ്ലാമായിട്ട് എന്താ ബന്ധം, അല്ലെങ്കിൽ അതിന്റെ താഴെ പോലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പല പേരുകൾ വിളിക്കുക, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് ഇവര് വിജയിച്ചിട്ടുണ്ട്.